Dear students, welcome to BTech MEDC. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ അനലോഗ് സർക്യൂട്ട്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. ഇന്നത്തെ ഈ സെഷനിൽ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ ഡിസൈൻ ചോദിച്ചിട്ടുണ്ട്. ഒരു KTU മോഡൽ ക്വസ്റ്റ്യനകത്തും ഉണ്ട്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും 9 മാർക്സ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ ഡിസൈൻ പ്രൊസീജിയറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് തന്നെ തിയറി പാർട്ടും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. With the neat circuit diagram, explain the working of Wien bridge oscillator, explain how Barkhausen criteria for oscillation is satisfied by the circuit, and derive the expression for frequency of oscillation. അതും 40 മാർക്സിന് 2 വർഷം ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ. ഇന്നത്തെ ഈ സെഷനിൽ നമ്മുടെ ഡിസൈൻ ഓഫ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ യൂസിങ് BJT ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ലാബിലും യൂസ്ഫുൾ ആയിരിക്കും. അത് 9 മാർക്സിനും അതുപോലെ KTU മോഡൽ ക്വസ്റ്റിനകത്ത് 8 മാർക്സിനും ചോദിച്ചിട്ടുണ്ട്. ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ് നമ്മളെ ഒരു വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം ദിസ് ഈസ് വെയിൻ ബ്രിഡ്ജ്. അതുപോലെ 2 RC കപ്പിൾഡ് ആംപ്ലിഫയേഴ്സ് ഉണ്ട്. ഡിസൈൻ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കമ്പോണൻസ് എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഡിസൈൻ പ്രൊസീജിയർ. ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡിൽ നമുക്ക് അതിന്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ സ്റ്റേജ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം തന്നെയാണ് ഈ സെക്കൻഡ് സ്റ്റേജിന്റെയും R1 R2 RC വാല്യൂ ഒക്കെ ഈ ഫസ്റ്റ് സ്റ്റേജിന്റെ സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിന് ഒരു 3 സ്റ്റെപ്പായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഫസ്റ്റ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ആംപ്ലിഫയർ സെക്ഷൻ ആണ്. അപ്പൊ ആംപ്ലിഫയർ സെക്ഷന്റെ ഡിസൈൻ നമ്മൾ ഓൾറെഡി വീഡിയോസ് അപ്ലോഡഡ് ആണ്. അതായത് മോഡ്യൂൾ 1 നമ്മൾ കുറച്ച് പ്രോബ്ലംസ് KTU പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മളിപ്പോൾ വോൾട്ടേജ് ഡിവൈഡർ ബയസിങ് സർക്യൂട്ട് ഉണ്ട്. വോൾട്ടേജ് ഡിവൈഡർ ബയസിങ് സർക്യൂട്ട്, അതിൽ നമ്മൾ R1 R2 ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട് മോഡ്യൂൾ 1. അതുപോലെ മോഡ്യൂൾ 2 RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഡിസൈൻ ഉണ്ട്. RC കപ്പിൾഡ് ആംപ്ലിഫയർ ഡിസൈൻ. RC കപ്പിൾഡ് ആംപ്ലിഫയർ ഡിസൈനിനകത്ത് എന്ത് വരും, ഈ R1 R2 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഡിസൈൻ പാർട്ട് വരും. അതിനുശേഷം പിന്നെ RCയും REയും ഓക്കെ, ബാക്കി കമ്പൗണ്ട്സ് എല്ലാം നമുക്ക് കപ്ലിംഗ് കപ്പാസിറ്റർ എല്ലാം ഡിസൈൻ ചെയ്യേണ്ടി വരും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ്യൂൾ 1 ഈ പ്രോബ്ലംസ് സർക്യൂട്ട്സിൽ കുറെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പം മോഡ്യൂൾ 1 വോൾട്ടേജ് ഡിവൈഡർ ബയസിങ്ങിന്റെ ഈ ഡിസൈൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് ഓക്കെ, അതൊന്ന് നോക്കുക. അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം. അതുപോലെ തന്നെ മോഡ്യൂൾ 2 RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഡിസൈനിന്റെ പ്രൊസീജിയർ ഉണ്ട്. അപ്പം ഈ R1 R2 അതിനകത്ത് റിപ്പീറ്റ് ആയിട്ട് വരും. അപ്പം ഇത് ഡിസൈൻ വോൾട്ടേജ് ഡിവൈഡർ ബയസ് ഡിസൈൻ പഠിച്ചതിന് ശേഷം RC കപ്പിൾഡ് ആംപ്ലിഫയർ ഡിസൈൻ പഠിക്കുക. ഇത് രണ്ടും ക്ലിയർ ആണെങ്കിൽ നമുക്കിപ്പോൾ ഈ മോഡ്യൂൾ 4 നമ്മൾ ചെയ്യാൻ പോകുന്നത് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ ഡിസൈൻ ആണ്. അതിനകത്ത് എന്തുണ്ട്, നമുക്ക് ആംപ്ലിഫയർ സെക്ഷൻ ഡിസൈൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഈ മോഡ്യൂൾ 2 ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഓസിലേറ്ററിന്റെ കേസിൽ ഡിസൈൻ എളുപ്പമായിരിക്കും. എക്സ്ട്രാ ആയിട്ട് ഈ വെയിൻ ബ്രിഡ്ജിന്റെ R-ഉം C-യും R3യും R4ഉം ഫൈൻഡ് ഔട്ട് ചെയ്താൽ മാത്രമേ എക്സ്ട്രാ ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ആംപ്ലിഫയർ സ്റ്റേജിന്റെ എന്ത് കണ്ടുപിടിക്കും, അതിന്റെ കമ്പോണൻസ് ആയ RC RE ഓക്കെ, ആ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ R1 R2 ഫൈൻഡ് ഔട്ട് ചെയ്യും. ഈ സെയിം വാല്യൂസ് തന്നെയാണ് ഈ R1 R2 RC വരുന്നത്. അപ്പം ഇത്രയും ഡിസൈൻ പ്രൊസീജിയർ കഴിയും. ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഈ വെയിൻ ബ്രിഡ്ജിന്റെ R-ഉം C-യും പിന്നെ R3യും R4ഉം ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ഫുൾ ഡിസൈനകത്ത് വരുന്നത്. അപ്പം RC കപ്പിൾഡ് ആംപ്ലിഫയർ ഡിസൈൻ അറിയാമെങ്കിൽ ഈസിയാണ്. ഈ ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രം നമ്മൾ ഈ വെയിൻ ബ്രിഡ്ജിനകത്ത് അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഡിസൈൻ പ്രൊസീജിയറിലേക്ക് പോവാം. അപ്പം ഫസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. RC കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പം ആംപ്ലിഫയറിനകത്ത് മെയിൻ കമ്പോണന്റ് വരുന്നത് ട്രാൻസിസ്റ്റർ ആണ്. അപ്പം നമ്മൾ BC107 എന്നുള്ള ട്രാൻസിസ്റ്റർ സെലക്ട് ചെയ്യും. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം, ബയസിങ് ചെയ്യണം.
അതായത് ബയസിങ് മീൻസ് ക്യൂ പോയിന്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ ട്രാൻസിസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ക്യൂ പോയിന്റ് ആക്റ്റീവ് റീജിയന്റെ മിഡിൽ ആയിരിക്കണം. അതെല്ലാം നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഡി സി ബയസ് കണ്ടീഷൻസ് നമ്മൾ സെലക്ട് ചെയ്യണം. ഡി സി ബയസ് കണ്ടീഷൻസ്. അപ്പം ഇതാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. നമ്മൾ ഡി സി ബയസ് കണ്ടീഷൻ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഡി സി ബയസ് കണ്ടീഷൻസ് സെറ്റ് ചെയ്യണം. അപ്പം ഇതിനകത്ത് നമുക്ക് വി സി സി ഓക്കെ, നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റ് അല്ലെങ്കിൽ ജനറേറ്റ് 1 kHz സൈൻ വേവ് യൂസിങ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണ്. അപ്പം അതിനകത്ത് നമുക്ക് ഒരു പീക്ക് ടു പീക്ക് വോൾട്ടേജ് 12 വോൾട്ട് ആയിട്ട് എടുക്കാം. സോ അപ്പം വി സി സി ഒരു 12 വോൾട്ട് മിനിമം കൊടുക്കണം. വി സി സി 12 വോൾട്ട് ആയിട്ട് എടുത്തു. അതുപോലെ ട്രാൻസിസ്റ്റർ ബി സി 107 ആണ്. അപ്പോൾ അതിൻ്റെ കേസിൽ ഐ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മില്ലി ആംപിയർ ആണ് ഐ സിയുടെ വാല്യൂ, കളക്ടർ കറണ്ടിന്റെ വാല്യൂ വരുന്നത്. അപ്പം ഫസ്റ്റ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ കേസിൽ എന്തൊക്കെയായിരിക്കും കമ്പോണൻസ് വരുന്നത്? ആദ്യമേ ഒരു ട്രാൻസിസ്റ്റർ കാണും, അത് നമ്മൾ ബി സി 107 എടുത്തു. അതിനുശേഷം എമിറ്ററിൽ എന്ത് കാണും? ഒരു റെസിസ്റ്റർ കാണും. ആ റെസിസ്റ്ററിന്റെ വാല്യൂ ആർ ഇ ആണ്. അതുപോലെ കളക്ടറിൽ ആർ സി വാല്യൂ കാണും. പിന്നെ ഇതിനകത്ത് വോൾട്ടേജ് ഡിവൈഡർ ബയസ് ഓക്കെ, അതിന്റെ വാല്യൂ R1 R2 വി സി സി ഇത് ഗ്രൗണ്ട്. ഓക്കെ, ഇത്രയും പോർഷൻസ് നമുക്ക് ഫസ്റ്റ് ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് ഡിസൈൻ ക്രൈറ്റീരിയ, ഡി സി ബയസ് കണ്ടീഷനകത്ത് ഡിസൈൻ ക്രൈറ്റീരിയ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആർ സിക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ വി ആർ സി കൊണ്ട്, വോൾട്ടേജ് അക്രോസ് ആർ സി വി ആർ സി കൊണ്ട് ഡിനോട്ട് ചെയ്യും. അതുപോലെ വോൾട്ടേജ് അക്രോസ് ആർ ഇ വി ആർ ഇ കൊണ്ട് ഡിനോട്ട് ചെയ്യും. പിന്നെ നമുക്കിവിടെ ഔട്ട്പുട്ടിൽ ഒരു വോൾട്ടേജ് വി സി വോൾട്ടേജ് ഉണ്ട്, വി സി വോൾട്ടേജ്. ഇപ്പൊ ഔട്ട്പുട്ടിന്റെ കാര്യം പറയുകയാണ്. ഔട്ട്പുട്ടിൽ ആർ സിയുടെ വോൾട്ടേജ് വി ആർ സി, ആർ ഇയുടെ വോൾട്ടേജ് വി ആർ ഇ, അതുപോലെ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് വി സി ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഡിസൈൻ ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോട്ടൽ വി സി സി ഇല്ലേ, ഇപ്പൊ വി സി സിയുടെ വി ആർ സിയിൽ വരുന്ന ഡ്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 40% ഓഫ് വി സി സി ആയിരിക്കും വി ആർ സിയിൽ വരുന്നത്. ഇത് നമ്മൾ ഓൾറെഡി മൊഡ്യൂൾ 2-ൽ ഇത് ഡിസൈൻ സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, ഒന്ന് വാച്ച് ചെയ്യുക. ഇപ്പം വി ആർ സി എന്ന് പറയുമ്പോഴത്തേക്ക് 40% ഓഫ് വി സി സി ആണ്. അതുപോലെ വി ആർ ഇയിൽ വരുന്ന ഡ്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10% ഓഫ് വി സി സി ആണ്. റിമൈനിങ് ഈ വി സിയിൽ 50% ഓഫ് വി സി സി ആണ്. ഇതാണ് അതിന്റെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത്രയും ഡ്രോപ്പ് ഈ ഓരോ എലമെന്റ്സിന് അക്രോസ് വരുമെന്നാണ് പറയുന്നത്. അതായത് ഡിസൈൻ ക്രൈറ്റീരിയയിൽ വി സി ഔട്ട്പുട്ട് വോൾട്ടേജ് 50% ഓഫ് വി സി സി ഡ്രോപ്പ് അവിടെ വരും. വി ആർ സിയിൽ 40% ഓഫ് വി സി സി, ഇ ആർ ഇയിൽ 10% ഓഫ് വി സി സി. അപ്പം നമുക്ക് ഇനി ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഓരോന്നും കണ്ടുപിടിക്കണം. അതായത് ആർ സിയും ആർ ഇ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് വോൾട്ടേജ് അറിയാമെങ്കിൽ കറണ്ട് യൂസ് ചെയ്ത് റെസിസ്റ്റൻസ് വാല്യൂ, ഓംസ് ലോ യൂസ് ചെയ്ത് റെസിസ്റ്റൻസ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് ആർ സിയുടെയും ആർ ഇയുടെയും വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് വോൾട്ടേജ് വി ആർ സി, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് വെക്ടർ ഈസ് വി ആർ സി, ദാറ്റ് ഈസ് 40% ഓഫ് വി സി സി ആണ്. ദാറ്റ് ഈസ് വി സി സി എത്ര? 12 വോൾട്ട് ആണ്. 40% എന്ന് പറയുമ്പോൾ 0.4 ഇൻറ്റു വി സി സി 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.8 വോൾട്ട് ആണ് ഈ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് വി ആർ സി വരുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് വി ആർ ഇ ഫൈൻഡ് ഔട്ട് ചെയ്യണം. വി ആർ ഇ ഈക്വൽ ടു ഡിസൈൻ കണ്ടീഷനിൽ 10% ഓഫ് വി സി സി ആണ്. ദാറ്റ് ഈസ് 10% എന്ന് പറയുമ്പോൾ 0.1 ഇൻറ്റു വി സി സി 12 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.2 വോൾട്ട് എന്ന് വരും. ഇപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ ഇ 1.2 വോൾട്ട്. ഇനി വി സി ഈക്വൽ ടു 50% ഓഫ് വി സി സി, അതായത് 50 എന്ന് വെച്ച് കഴിഞ്ഞാൽ 12ന്റെ പകുതി എന്ന് പറയുമ്പോൾ 6 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ആർ സി, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ സി, വി സി, വി ആർ, ഈ 3 വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇത് ഫൈൻഡ് ഔട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓംസ് ലോ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ആർ സി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. വി ഈക്വൽ ടു ഐ ആർ എന്നാണ്. അപ്പോൾ ആർ ഈക്വൽ ടു വി ബൈ ഐ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് യുടെ വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് ആർ സി. ആർ സി ഈക്വൽ ടു വോൾട്ടേജ് വി ബൈ ഐ ആണ്. അപ്പം വോൾട്ടേജ് ക്രോസ് ആർ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വി ആർ സി ആണ്. വി ആർ സി ഡിവൈഡ് ബൈ ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ സി ആണ്. വി ആർ സിയുടെ വാല്യൂ നമ്മൾ 4.8 ഫൈൻഡ് ഔട്ട് ചെയ്ത് ഡിവൈഡ് ബൈ ഐ സിയുടെ വാല്യൂ 2 മില്ലി ആംപിയർ ആണ്. 2 ഇൻറ്റു 10⁻³ ആണ്. സോ ആർ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 4.8 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 10⁻³ ദാറ്റ് ഈസ് 2400 എന്ന് പറയും വരും. ദാറ്റ് ഈസ് 2.4 കിലോ ഓം എന്ന് വരും. നമ്മളുടെ ഒരു വാല്യൂ ഇതിനകത്ത് ഡിസൈൻ പ്രൊസീജിയറിൽ ആർ സി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു. ആർ സിയുടെ വാല്യൂ 2.4 കിലോ ഓം ആണ്. ഓക്കെ, ഈ ആർ സി വാല്യൂ ഫൈൻഡ് ഔട്ട് അത് തന്നെയാണ് ഈ ആർ സി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ടേം നമ്മളിവിടെ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. ഈ നെക്സ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്ന ആർ ഇ വാല്യൂ ആണ്. ഈ സെയിം പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് ആർ ഇ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആർ ഇ ഈക്വൽ ടു ഈ വി ബൈ ആർ. ഇപ്പോൾ വോൾട്ടേജ് അക്രോസ് ആർ ഇ എന്താ? വി ആർ ഇ ഡിവൈഡഡ് ബൈ ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഇ ആണ് കറണ്ട് എന്ന് പറയുന്നത്. നമുക്ക് അറിയാം ഐ ഇ ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി ആണ്. ഐ ബി വെറും സ്മോൾ വാല്യൂ ആണ്. സോ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് ഐ ഈക്വൽ ടു ഐ സി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ വി ആർ ഇ ബൈ ഐ ഇ ആണ് വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു വി ആർ ഇ ഡിവൈഡ് ബൈ ഐക്ക് പകരം നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് ഐ സി വാല്യൂ തന്നെ കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ആർ ഇയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. വി ആർ ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.2 ഡിവൈഡ് ബൈ ഐ സി. ഐ സി 2 ഇൻറ്റു 10⁻³ സോ വി ആർ ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് 600 ഓം എന്ന് വരും. അപ്പം നമ്മൾ അതിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് എടുക്കേണ്ടത് 680 ഓം ആണ്. ഓക്കെ, ഇപ്പോൾ എക്സാമിന് 600 ഓം എഴുതിയാൽ മതി. ലാബിൽ വരുമ്പോഴത്തേക്ക് അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് വാല്യൂ ആയ 680 ഓം നമ്മൾ ചൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് സെക്കൻഡ് എന്ത് കിട്ടി? ഇവിടെ ആർ ഇയുടെ വാല്യൂ കിട്ടി. ആർ ഇയുടെ വാല്യൂ 680 ഓം എന്ന് കിട്ടി. ഓക്കെ, ആർ ഇയുടെ വാല്യൂ 680 ഓം. അപ്പം ഇതിനകത്ത് ഡിസൈൻ പ്രൊസീജിയറിൽ ഇപ്പം ആർ സി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതുപോലെ ആർ ഇ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത്. അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ സ്റ്റെപ്സ്? എങ്ങനെയായിരുന്നു? നമ്മൾ ഇതിനകത്ത് ആർ സിയും ആർ ഇയും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഈ കണ്ടീഷൻസ് എടുക്കും. അതുപോലെ അതിന്റെ വോൾട്ടേജ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഡിവൈഡ് ബൈ കറണ്ട് ചെയ്യുമ്പോഴത്തേക്ക് കറസ്പോണ്ടിങ് ആർ സി ആൻഡ് ആർ ഇ വാല്യൂ കിട്ടും. ഇനി നെക്സ്റ്റ് ഈ ഡയഗ്രത്തിനകത്ത് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്? വെരി ഗുഡ്, R1 R2 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. R1 R2 വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ വോൾട്ടേജ് ഡിവൈഡർ ബയസിന്റെ R1 R2 വാല്യൂ ആണ്. ഓക്കെ, വോൾട്ടേജ് ഡിവൈഡർ ബയസിന്റെ R1 R2 വാല്യൂ ആണ്. അതാണ് ഈ നെക്സ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഡിസൈൻ ഓഫ് R1 ആൻഡ് R2 വോൾട്ടേജ് ഡിവൈഡർ R1 ആൻഡ് R2. ഇപ്പോൾ R1 ആൻഡ് R2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു അസംഷൻ എടുക്കും. ഈ R1 കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 IB ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ ബേസിൽ കൂടെ ഒരു IB ഫ്ലോ ചെയ്യും. അപ്പം ഇതിലേക്കൂടെ 10 IB വരുന്നു, ഒരു IB ബേസിൽ കൂടെ പോകും. റിമൈനിങ് 9 IB ആയിരിക്കും R2 കൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ എടുക്കും R1 R2 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി. എന്താണ്? കറണ്ട് ഫ്ലോയിങ് ത്രൂ R1 ഈസ് ടേക്കൺ ആസ് 10 IB. സോ 1 IB ഫ്ലോ ത്രൂ ബേസ് ആൻഡ് റിമൈനിങ് 9 IB വിൽ ഫ്ലോ ത്രൂ R2. അതാണ് നെക്സ്റ്റ് എഴുതാൻ പോകുന്നത്. കറണ്ട് ത്രൂ R1 നമ്മൾ IR1 കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണ്. IR1 എത്ര ആയിട്ട് എടുക്കുന്നത്? 10 IB ആയിട്ടാണ് എടുക്കുന്നത്. സിമിലർലി കറണ്ട് ത്രൂ R2 എങ്ങനെയാ വന്ന? കറണ്ട് ടു R2 പിന്നെ ഒരു IB ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ റിമൈനിങ് 9 IB വരും. സോ കറണ്ട് ത്രൂ R2 IR2 ഈക്വൽ ടു 9 IB എന്ന് വരും. ഈ രണ്ട് കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് IBയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഗെയിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ബീറ്റ ഈക്വൽ ടു ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് ആണ്. IC ബൈ IB ആണ്. നമുക്കിവിടെ IB ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഇതിൽ നിന്ന് IB ഈക്വൽ ടു എന്ത് വരും? IC ബൈ ബീറ്റ എന്ന് വരും. അപ്പം നമ്മളുടെ BC 107ന്റെ ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ട് 100 ആണ്.
ഓക്കെ, ബീറ്റ ഹൈ വാല്യൂ ആണ്, ഒരു അറൗണ്ട് 100 ആണ് വരുന്നത്. അപ്പോൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐ ബി ഈക്വൽ ടു ഐ സിയുടെ വാല്യൂ ഓൾറെഡി 2 മില്ലി ആംപിയർ ആണ്. സോ 2 മില്ലി ആംപിയർ ഡിവൈഡ് ബൈ ബീറ്റയുടെ വാല്യൂ 100 ആണ്. അങ്ങനെ നമുക്ക് ഐ ബിയുടെ വാല്യൂ 20 മ്യൂ ആംപിയർ എന്ന് കിട്ടും. മില്ലി എന്ന് വെച്ചാൽ 10⁻³ ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് 20 മ്യൂ ആംപിയർ എന്ന് കിട്ടും. അപ്പം ആ ഐ ബിയുടെ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ കിട്ടും? ഈ IR1ഉം IR2ഉം കിട്ടും. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ IR1ഉം IR2ഉം ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. സോ IR1 ഈക്വൽ ടു 10 IB, that is equal to 10 into IB value 20 mu. Mu means 10⁻⁻6. This is equal to IR1ന്റെ വാല്യൂ നമുക്ക് 2 into 10⁻⁻4 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ IR1. ഇനി അതുപോലെ തന്നെ IR2 ഈക്വൽ ടു 9 IB ആണ്. സോ 9 into IBയുടെ വാല്യൂ 20 into 10⁻⁻6, that is equal to 0.18 മില്ലി ആംപിയർ എന്ന് കിട്ടും. 0.18 മില്ലി ആംപിയർ എന്ന് കിട്ടും IR2 എന്ന് പറയുന്നത്. ഇനി നമ്മൾ എയിം എന്താ? R1ഉം R2ഉം ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പം R1 എന്ന് വെച്ചാൽ എന്തായിരിക്കും? V/I ആണ്. ഓക്കെ, അപ്പം R1 എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് R1 ഡിവൈഡ് ബൈ കറണ്ട് ത്രൂ R1 ആണ്. സിമിലർലി R2 എന്തായിരിക്കും? VR2 ഡിവൈഡ് ബൈ IR2 ആയിരിക്കും. അപ്പോൾ ഈ R1ഉം R2ഉം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഉള്ള IR1ഉം IR2ഉം നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് VR1ഉം VR2 ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ VR1ഉം VR2ഉം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഇതിനകത്ത് ഈ ഒരു പാത്ത് കൺസിഡർ ചെയ്യും. ഓക്കെ, ഈ ഒരു പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ അതിനകത്ത് അതിൻ്റെ KVL ഇക്വേഷൻ, ഈ സൈഡിൻ്റെ KVL ഇക്വേഷൻ എഴുതും. അപ്പോൾ അതിൽ വരുന്ന എലമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് R1 വരും, പിന്നെ ഇവിടെ ഇൻപുട്ടിൽ ഒരു VBE ഉണ്ട്, പിന്നെ RE ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ നെക്സ്റ്റ് എഴുതാൻ പോകുന്നത്. ഈ ഒരു പാത്തിൻ്റെ KVL ഇക്വേഷൻ എഴുതുകയാണ്. അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ VCC ആണ്. VCC ഈക്വൽ ടു ഇതിലേക്കുള്ള ഡ്രോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? VR1 ആണ്. പിന്നെ ഇൻപുട്ടിലൊരു VBE ഉണ്ട്, പ്ലസ് VBE പ്ലസ് എന്തുണ്ട്? REയുടെ ഡ്രോപ്പ് VRE ഡ്രോപ്പ് ഉണ്ട്. ഓക്കെ, KVL ഇക്വേഷൻ അത് ഈ ഒരു റെഡ് കളറിൽ കാണിച്ചേക്കുന്നതിന്റെ KVL ഇക്വേഷൻ എഴുതി. ഇപ്പോൾ ടോട്ടൽ സപ്ലൈഡ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഈച്ച് എലമെന്റ്. ഇപ്പം വോൾട്ടേജ് അക്രോസ് R1 VR1, VBE, ദെൻ REക്ക് VRE. VCC വാല്യൂ എത്ര? 12 ആണ്. ഈക്വൽ ടു VR1 നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം, പ്ലസ് VBE എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.7 വോൾട്ട് ആണ്, സ്റ്റാൻഡേർഡ് ആണ്, പ്ലസ് VRE വോൾട്ടേജ് അക്രോസ് RE. നമ്മൾ വോൾട്ടേജ് അക്രോസ് RE ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു, 1.2 വോൾട്ട് ആണ്. ഓക്കെ, ഈ VRE എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RE കൊണ്ടുള്ള ഡ്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.2 വോൾട്ട് ആണ്. പിന്നെ അത് അൺനോൺ ആയിട്ടുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ? VR1 മാത്രമേ ഉള്ളൂ. സോ എന്ത് വരും? VR1 ഈക്വൽ ടു 12 മൈനസ് ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് 0.7 പ്ലസ് 1.2 വരും, ദാറ്റ് ഈസ് 10.1 വോൾട്ട് എന്ന് കിട്ടും VR1 എന്ന് പറയുന്നത്. ഇതിലേക്കൂടെ ഡ്രോപ്പ് അക്രോസ് R1 എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഗോട്ട് ഇറ്റ് ആസ് 10.1 വോൾട്ട് ആണ് ഇത്. അപ്പം ഇനി നെക്സ്റ്റ് നമ്മളുടെ എയിം എന്താണ്? R1ഉം R2ഉം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി VR1ഉം VR2ഉം ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മളെ എയിം എന്ന് പറയുന്നത്. അതിൽ ഇപ്പം ഈ ഒരു ഇക്വേഷൻ എഴുതി നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്തു? VR1ന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി എന്ത് കണ്ടുപിടിക്കണം? VR2, ഇതിലേക്കുള്ള ഡ്രോപ്പ്, R2നെ കുറിച്ചുള്ള ഡ്രോപ്പ് ആണ് VR2. അപ്പോൾ ഈ ഒരു പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ VCC ആണ്. ഇതിലേക്കൂടെ VR1ൽ എത്ര വന്നു? 10.1 വന്നു. അപ്പോൾ ബാക്കി ആയിരിക്കുമല്ലോ എന്ത് വരുന്നത്? VR2ൽ വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാൻ പറ്റും? വെരി ഗുഡ്. ഡ്രോപ്പ് അക്രോസ് R2, VR2 ഈക്വൽ ടു ടോട്ടൽ മൈനസ് VR1. ഓക്കെ, മനസ്സിലായോ? അപ്പം നമ്മളുടെ R1ഉം R2ഉം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി അതേപോലുള്ള വോൾട്ടേജും കറണ്ടും ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം VR1 നമുക്ക് 10.1, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് 10.1 കിട്ടി. ഓക്കെ, ഇനി R2ന് അക്രോസാണ് VR2. ഈ ഒരു പാത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 12 ആണ്. ഓക്കെ, ഇതിലേക്കൂടെ എത്ര പോയി? 10 മൈനസ് 10.1,
അപ്പോൾ റിമൈനിങ് ആയിരിക്കും എത്ര വരുന്നത് നമ്മളുടെ VR2 എന്ന് പറയുന്നത്. സോ VR2 ഈക്വൽ ടു 12 മൈനസ് VR1 നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു, അതിന്റെ വാല്യൂ 10.1 ആണ്. സോ VR2 വിൽ ബി ഈക്വൽ ടു 12 മൈനസ് 10.1 1.9 വോൾട്ട് എന്ന് കിട്ടും. അപ്പം VR2 കിട്ടി. ഇതിനകത്തുള്ള എല്ലാ അൺനോൺസും നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സെക്കൻഡ് ഡിസൈൻ ആയിട്ടുള്ള R1 R2ന്റെ വാല്യൂ കിട്ടും. സോ R1 ഈക്വൽ ടു VR1. VR1ന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തു 10.1. സോ 10.1 ഡിവൈഡഡ് ബൈ IR1. IR1ന്റെ വാല്യൂ 2 ഇൻറ്റു 10⁻⁻⁴. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് 50K എന്ന് കിട്ടും. ലാബിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള 47K ഓം എന്നുള്ള റെസിസ്റ്റർ ആയിരിക്കും R1 നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി സിമിലർലി R2 ഈക്വൽ ടു എന്ത് വരും? VR2 ഡിവൈഡഡ് ബൈ IR2. VR2 എന്ന് പറയുന്നത് 1.9 ആണ്. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു 1.9 ഡിവൈഡ് ബൈ IR2. IR2ന്റെ വാല്യൂ 0.18 മില്ലി 10⁻⁻³ ആണ്. സോ R2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 10.5K എന്ന് കിട്ടും. നമ്മൾ അതിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള 10K എന്നുള്ള റെസിസ്റ്റർ യൂസ് ചെയ്യും. ഇവിടെ R1 R2 കിട്ടി. നമ്മുടെ സർക്യൂട്ട് ഡയഗ്രത്തിൽ നോക്കുമ്പോഴത്തേക്ക് R1ന്റെ വാല്യൂവും R2ന്റെ വാല്യൂവും കിട്ടി. ഓക്കെ, R1ന്റെ വാല്യൂ R2ന്റെ വാല്യൂ. R1ന്റെ വാല്യൂ 4.7 കിലോ ഓമും R2ന്റെ വാല്യൂ 10 കിലോ ഓമും ആണ് കിട്ടിയത്. അപ്പം ഈ R1 R2 കിട്ടുകയാണെങ്കിൽ സിമിലർലി ഈ R1ഉം ഈ R2ഉം സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇവിടുത്തെ റെസിസ്റ്റൻസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഈ കപ്ലിംഗ് കപ്പാസിറ്റർ, ഈ രണ്ട് കപ്ലിംഗ് കപ്പാസിറ്റർ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും സെക്കൻഡ് സ്റ്റെപ്പിൽ. തേർഡ് സ്റ്റെപ്പിൽ ഈ വെയിൻ ബ്രിഡ്ജിലുള്ള ഈ എലമെന്റ്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് ഡിസൈൻ ഓഫ് കപ്ലിംഗ് കപ്പാസിറ്റർ ആണ്. ഡിസൈൻ ഓഫ് CC കപ്ലിംഗ് കപ്പാസിറ്റർ. ഇതെല്ലാം RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ സെയിം ഡിസൈൻ പ്രൊസീജിയർ ആണ്. ഈ RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഡിസൈനും സ്ഥിരം മൊഡ്യൂൾ 2-ൽ പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുള്ളതാണ്, ഡിസൈൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോഴും ഈ സെയിം സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ മൊഡ്യൂൾ 1-ൽ വോൾട്ടേജ് ഡിവൈഡഡ് ബയസ് പ്രോബ്ലം ചോദിക്കും. അപ്പോൾ അവിടെയും നമ്മൾ ഈ R1 R2 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഈ സിമിലർ പ്രൊസീജിയർ വെച്ചിട്ട് തന്നെയാണ് R1 R2 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. So design of coupling capacitor in a frequency expression ഉണ്ട്. F is equal to 1 divided by 2 pi coupling capacitor CC into R1 parallel R2 parallel beta RE എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഫ്രീക്വൻസി ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2 pi CC R1 parallel R2 parallel beta RE എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് ഫ്രീക്വൻസി 1 kHz ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 1 കിലോ 10⁻³ ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2 pi. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ കപ്ലിംഗ് കപ്പാസിറ്റർ വാല്യൂ ആണ്. CC ഇൻറ്റു R1 പാരലൽ R2 പാരലൽ ബീറ്റ RE നമുക്ക് എങ്ങനെ എഴുതാം? 1 ഡിവൈഡ് ബൈ 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ ബീറ്റ RE എന്ന് എഴുതാം. ഇതിൽ R1ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു, R2ന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു, ബീറ്റ 100 ആണ്, REയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ അതിനകത്ത് അൺനോൺ ആയിട്ടുള്ള എന്ത് മാത്രമേ ഉള്ളൂ? CC മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 1 μF. ഓക്കെ, അതിന് റൗണ്ട് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് 1 μF ആയിരിക്കും കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഡിസൈനകത്ത് എന്തുവായി? ഈ കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ വാല്യൂ നമ്മൾ ഡിസൈൻ ചെയ്തു. കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ വാല്യൂ 1 μF ആയിട്ട് എടുത്തു. അപ്പം ഈ രണ്ട് കമ്പോണന്റിന്റെ വാല്യൂ ആയി. ഓക്കെ, അപ്പം കപ്ലിംഗ് കപ്പാസിറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു ഇക്വേഷൻ മാത്രം മതി. അതിൽ ബാക്കി എലമെന്റ്സ് എല്ലാം നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ കറസ്പോണ്ടിങ് കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ വാല്യൂ കിട്ടും. ഇനി നമ്മളെ തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ വെയിൻ ബ്രിഡ്ജിന്റെ കമ്പോണൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് വരുന്നത് 6 C ഉണ്ട്. ആ സെയിം ആണ് ഇവിടെ REയും സെയിം വരുന്നത്. ഓക്കെ, ഈ R ഉം Cയും തന്നെയാണ് പാരലായിട്ട് RC ആയിട്ട് വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് 6 C പിന്നെ R3 R4 ഇത്ര എലമെന്റ്സ് കണ്ടുപിടിക്കണം. അത് തേർഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇത്രയും പറഞ്ഞത്. ഓക്കെ, ഈ കപ്ലിംഗ് കപ്പാസിറ്റർ ഉള്ളത് നമ്മളുടെ
RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഡിസൈൻ ആണ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ഡിസൈൻ ഓഫ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ഡിസൈൻ ഓഫ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് മീൻസ് നമ്മളുടെ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ വെയിൻ ബ്രിഡ്ജിന്റെ കമ്പോണൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന്റെ എക്സ്പ്രഷൻ ഉണ്ട്. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ വെയിൻ ബ്രിഡ്ജിന്റെ കേസിൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എഫ് ഈസ് ഗിവൺ ബൈ 1/2πRC ആണ്. ഓക്കെ, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന്റെ അതിന്റെ ഒരു ഡെറിവേഷൻ ഒക്കെ ഉണ്ട്, തിയറിയും ചോദിച്ചിട്ടുണ്ട്. ഇപ്പം വെയിൻ ബ്രിഡ്ജിന്റെ സർക്യൂട്ട് ഡയഗ്രാം പഠിക്കണം. അതുപോലെ അതിനകത്ത് ബാർക്കൗസൻ ക്രൈറ്റീരിയ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഈ സർക്യൂട്ട് ഡയഗ്രാം പഠിക്കണം. അതുപോലെ ബാർക്കൗസൻ ക്രൈറ്റീരിയ, ഓക്കെ, 360 ഡിഗ്രി എങ്ങനെ അച്ചീവ് ചെയ്യുന്നുള്ളത്. അതുപോലെ ഇതിന്റെ ഒരു ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന്റെ എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ അതും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, അതും നോക്കുക. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്ത് നിന്ന് കിട്ടുന്ന എക്സ്പ്രഷൻ ആണ് ഫ്രീക്വൻസി ഈക്വൽ ടു 1/2πRC എന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ ഫ്രീക്വൻസി ഡിസൈൻ ചെയ്യാനുള്ളത് എന്താണ്, 1 kHz ആണ്. അപ്പം എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 kHz ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫ്രീക്വൻസി നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് 1 kHz ആണ്. അപ്പോൾ ഇവിടെ ആറും സി ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏതെങ്കിലും വാല്യൂ ചൂസ് ചെയ്യണം. അപ്പോൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആർ എന്നുള്ളല്ലേ, ആർ റെസിസ്റ്റൻസ് ആർ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ RC ആയിരിക്കണം. ഓക്കെ, RC എന്ന് വെച്ചാൽ കളക്ടർ റെസിസ്റ്റർ. നമ്മൾ ഇവിടെ എടുക്കുന്ന ആറ്, ഈ വെയിൻ ബ്രിഡ്ജിന്റെ ആർ എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ RC. ഇതിന് വേണ്ടിയിട്ടായിരിക്കും ലോഡിങ് എഫക്റ്റ് എന്ന് പറയുന്ന എഫക്റ്റ് ഉണ്ട്. ആ ലോഡിങ് എഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇതിന്റെ ആറും സിയും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ വെച്ചിട്ടാണ്. അപ്പം ആറ് ചൂസ് ചെയ്യുമ്പം ആ RCയെക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ആറായിരിക്കണം നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടിയ RC വാല്യൂ എത്ര, 2.4 kilo ohm എന്നുള്ള വാല്യൂ ആണ് കിട്ടിയത്. അപ്പം അതിൽ നിന്ന് ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ ചൂസ് ചെയ്യുന്നത് ഒരു 4.7 kilo ohm എന്നുള്ള റെസിസ്റ്റൻസ് വാല്യൂ ആണ് നമ്മൾ ആറിൻ്റെ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ R ഈക്വൽ ടു ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RCയെക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള 4.7 kilo ohm നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, കിലോ ഓം ചൂസ് ചെയ്തു. ഇനി ഈ എക്സ്പ്രഷൻ ഇപ്പം എഫ് എത്രയാണ്, 1 × 10⁻³ കിലോ ആണ്, കിലോ ഹെർട്സ്. ഓക്കെ, എഫ് 1/2π × ആറിന്റെ വാല്യൂ നമ്മൾ എന്ത് ചൂസ് ചെയ്തു, 4.7 × 10⁻³ ചൂസ് ചെയ്ത്. ഇൻറ്റു എന്തേ ഉള്ളൂ, സി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ അൺനോൺ ആയിട്ട് സി മാത്രമേ ഉള്ളൂ. സോ സിയുടെ വാല്യൂ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് 0.033 മ്യൂ ഫാരഡ് എന്ന് കിട്ടും. അപ്പം നമ്മളിവിടെ എന്താ ചെയ്തത്, തേർഡ് സ്റ്റെപ്പിൽ റിമൈനിങ് ആയിട്ടുള്ള ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഈ വെയിൻ ബ്രിഡ്ജിന്റെ ആറും സി ആണ്. ആറ് എങ്ങനെ ചൂസ് ചെയ്യേണ്ടത്, RCയെക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ. RCയുടെ വാല്യൂ നമ്മൾ 2.4 kilo ohm എടുത്തായിരുന്നു. അപ്പോൾ അതിന്റെ ഗ്രേറ്റർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് വാല്യൂ 4.7 kilo ohm നമ്മൾ ആറിന് ചൂസ് ചെയ്യും, ഈ ആറിന്. ഇനി ആ ആറിന്റെ വാല്യൂവും എഫിന്റെ വാല്യൂ ഫ്രീക്വൻസി 1 kHz കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സിയുടെ വാല്യൂ കിട്ടും. സിയുടെ വാല്യൂ കിട്ടിയത് എത്രയാണ്, ഈ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് വി ഗോട്ട് ഇറ്റ് ആസ് 0.033 മ്യൂ ഫാരഡ് എന്നുള്ള വാല്യൂ കിട്ടി. 0.033 മ്യൂ ഫാരഡ്. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഈ ആറും ഈ സിയും ഇത് ഇത്രയും ഫൈൻഡ് ഔട്ട് ചെയ്ത്. ഇനി റിമൈനിങ് എന്ത് മാത്രമേ ഉള്ളൂ, ഈ വെയിൻ ബ്രിഡ്ജിലെ R3 R4 റെസിസ്റ്റൻസ് വാല്യൂ മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്ത്. ബാക്കി എല്ലാ എലമെന്റ്സും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് R3 ആൻഡ് R4 റെസിസ്റ്റർ ഇൻ വെയിൻ ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാം, നേരത്തെ ഇതിന്റെ ഒരു ഡിസൈൻ പ്രൊസീജിയർ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി ഓഫ് എക്സ്പ്രഷൻ ഡെറിവേഷൻ ഉണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ എടുക്കുന്നതാണ് ഗെയിൻ ഓഫ് ആംപ്ലിഫയർ മസ്റ്റ് ബി 3 എന്നുള്ളത്. ഓക്കെ, ഗെയിൻ ഓഫ് ആംപ്ലിഫയർ മസ്റ്റ് ബി 3 ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു ഫീഡ്ബാക്ക് ഫാക്ടർ RE / RE + R3 എന്നൊരു എക്സ്പ്രഷൻ എടുക്കുകയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീഡ്ബാക്ക് ഫാക്ടർ, ഓക്കെ, നെഗറ്റീവ് ഫീഡ്ബാക്ക് ഫാക്ടറിന്റെ റെസിപ്രോക്കലാണ് വരുന്നത്. ഓക്കെ, അപ്പം ഗെയിൻ നമുക്ക് 3 ആണ്. ഇത് ഫീഡ്ബാക്ക് ഫാക്ടർ
ഫാക്ടർ, നെഗറ്റീവ് ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറയും. അപ്പം ഫീഡ്ബാക്ക് ഫാക്ടറും ഗെയിനും കൂടെ ഇൻവേഴ്സ് റിലേഷൻ ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? ഇതിന്റെ റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് RE പ്ലസ് R3 ഡിവൈഡ് ബൈ RE ഈക്വൽ ടു ഗെയിന് 3 ആണ്. സോ 3 എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ R2RE എന്ന് കിട്ടും. REയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു, 680 ഓം ആണ്. സോ R3 വിൽ ബി ഈക്വൽ ടു ടോയ്സ് RE. ഇപ്പം 1.2 കിലോ ഓം എന്ന് കിട്ടും R3യുടെ വാല്യൂ. നമ്മൾ അവിടെ ഒരു പോർട്ടാണ് യൂസ് ചെയ്യുന്നത്, ഒരു 4.7 K പൊട്ടൻഷ്യോമീറ്റർ പോർട്ടാണ് നമ്മൾ R3 ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി R4 വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് സെയിം ആസ് RE ആണ്. സോ R4 വാല്യൂ വിൽ ബി ഈക്വൽ ടു 680 ഓം ആയിരിക്കും. ഓക്കെ, ഇവിടെ വെയിൻ ബ്രിഡ്ജിന്റെ ബാക്കി 2 എലമെന്റ്സും കൂടെ കിട്ടി. R3യുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് ഒരു 4.7 കിലോ ഓമിന്റെ വേരിയബിൾ റെസിസ്റ്റർ പോർട്ടാണ്. അതുപോലെ R4ന്റെ വാല്യൂ എന്ന് പറയുന്നത് 680 ഓം ആണ്. ഇതാണ് ഒരു ഫുൾ ഡിസൈൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇത് 9 മാർക്സിനും അതുപോലെ 8 മാർക്സിന് KTU മോഡൽ ക്വസ്റ്റിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക. നമ്മുടെ ഡിസൈൻ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കമ്പൗണ്ട്സ് എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള R1, R2 അതുപോലെ RC, RE ഫൈൻഡ് ഔട്ട് ചെയ്യും. അത് തന്നെ ആയിരിക്കും ഈ സ്റ്റേജിലും വാല്യൂ ആയിട്ട് വരുന്നത്. പിന്നെ കപ്ലിംഗ് കപ്പാസിറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യും. നെക്സ്റ്റ് ഈ വീൻ ബ്രിഡ്ജിന്റെ കമ്പൗണ്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിൽ ആറും സിയും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ 1/2πRC എടുക്കും. അതിനകത്ത് R ചൂസ് ചെയ്യുന്നത് RCയെക്കാളും ഗ്രേറ്റർ വാല്യൂ ആയിട്ടാണ് ചൂസ് ചെയ്യേണ്ടത്. ചൂസ് ചെയ്തിട്ട് നമ്മൾ കപ്പാസിറ്റൻസ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ റിമൈനിങ് R3, R4 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗെയിനിന്റെ എക്സ്പ്രഷൻ എടുക്കും. അതുപോലെ തന്നെ നമ്മൾ ആ ഡെറിവേഷനകത്ത് ഈ ഒരു കണ്ടീഷൻ വരും. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ R3 is equal to 2RE എന്ന് കിട്ടും. ഈ RE എന്ന് പറയുന്നത് സെയിം ആസ് R4 ആണ്. RE ഓൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് R3യുടെ വാല്യൂ 1.2 കിലോ ഓം എന്ന് കിട്ടും. നമ്മളവിടെ ഒരു ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വേരിയബിൾ ആയിട്ടുള്ള റെസിസ്റ്റർ ആണ് ചൂസ് ചെയ്യുന്നത്. ഈ വാല്യൂസ് എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഫുൾ പ്രൊസീജിയർ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.